മകൻ BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ടും ഈഴവരുടെ വോട്ടുകൾ ഒന്നൊന്നായി BJPയുടെ പെട്ടിയിൽ വീഴുന്നില്ല. ഈ കണ്ടെത്തലിൽ നിന്ന് ആരംഭിക്കുന്നതാണ് കോട്ടയത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം. ഈഴവർ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ: എല്ലാ ഈഴവരും എന്റെ മകന്റെ പാർട്ടിയിൽ ചേരണം. ഡേറ്റയും ഡീറ്റെയിൽസും വെച്ച് മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ പറയുന്നത് തെറ്റാണെന്ന് മറ്റാരെക്കാളും നന്നായി വെള്ളാപ്പള്ളി നടേശൻ അറിയാം. മുസ്ലിങ്ങൾ കേരളത്തിൽ ഭൂരിപക്ഷമാകുന്ന രീതിയിൽ വളരുന്നു എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഉത്തരം പുതിയ സിനിമകൾക്ക് പേരിടുന്നത് പോലെയാകും. ബഭഭ. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പൂർണ്ണമായും ഒന്ന് നോക്കാം. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ഇല്ല എങ്കിൽ അത് കുഴപ്പമായി. 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ്. നമ്മളവിടെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതിനകത്ത് മലപ്പുറത്ത് 4 സീറ്റ് അത് കയറി. അപ്പോൾ വാശിയായിട്ട് ഒരു പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. അതായത് മലപ്പുറത്ത് മാത്രമല്ല, മലബാർ പ്രദേശത്ത് മാത്രമല്ല, അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി 4 വേണം. അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം കിട്ടും. ഇത് കേട്ടാൽ ഒരു കാര്യം മനസ്സിലാകും: ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിലല്ല വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിലാണ്. BDJSന് രാഷ്ട്രീയ അധികാരം കിട്ടാത്തതാണ് ആ ചൊരുക്കിന് കാരണവും.